പുതിയ കുട്ടികൾക്ക് സാർ ഒരുപാട് ചാൻസസ് കൊടുക്കുന്നുണ്ട്, അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറേ പേര് പറയുന്നു അങ്ങനെ വേണ്ട, കൊടുക്കാൻ പറ്റില്ല, അവർക്ക് പറ്റിയതല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അല്ല, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളത്തില്. ഇപ്പം നമുക്ക് ബേസിക്കലി നമുക്കറിയാം, ഈ പണി അറിയാം. ഞാൻ വേറൊരു എന്റർടൈൻമെന്റിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഐ ആം ഓക്കെ ടു ബി വർക്കിംഗ് വിത്ത് ദം. ഐ ക്യാൻ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഫ്രം ദം. ചിലപ്പോൾ വേറൊരു പ്രൊഡ്യൂസറിന് അവരുടെ സെക്കൻഡറി ബിസിനസ് ആയിരിക്കാം ഈ സിനിമ എന്ന് പറയുന്നത്. അവരുടെ പ്രൈമറി ബിസിനസ് വേറെ, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഹോട്ടൽ ബിസിനസ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറിലേക്ക് പോകുന്നതാണ് സേഫ് സോൺ. കാരണം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടണ്ട. ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഐഡിയാസും കൂടെ ഇതിലേക്ക് വരണം എന്ന്. ഇപ്പം ഞാൻ ഷാജി സാറിനോട് വന്നിട്ട് ഇത് ഇങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഈ സീൻ വേണ്ട, ഈ സീൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? ബിക്കോസ് നമ്മളെക്കാട്ടി സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷേ അതെനിക്ക് ഇവരോട് ഡിബേറ്റ് ചെയ്യാം, എനിക്ക് ന്യൂ കമേഴ്സിനോട് അത് ഡിബേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ന്യൂ കമർ വരുമ്പോൾ എനിക്ക് ആ കോൺസെപ്റ്റ് വർക്കാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു സെൻസ് ഉണ്ടെങ്കിൽ, ഞാൻ അവരോട് ചോദിക്കും, യു ടെൽ മീ ഓപ്പൺലി വാട്ട് ഇസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ഐ വിൽ ഫിൽ ദാറ്റ്. ഞാൻ ആ വീക്ക്നെസ് ഐ സപ്പോർട്ട് ദാറ്റ്. എൻ്റെ അടുത്ത് പറയണം. ബിക്കോസ് ചിലവർ പറയും, സർ എനിക്ക് എൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം, ഐ ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് ഓഫ് ദ ആക്ടർ. ബട്ട് എനിക്ക് ഷോട്ട് വെക്കാനായിട്ടുള്ള ഞാനത് പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I will give them a good associate who will control the set, and I will give them a senior cameraman. The one and only thing, they have to open with you. They have to be open. അല്ലാതെ സെറ്റിൽ വന്നിട്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ അങ്ങനെ കുഴപ്പം പിടിച്ചവരുണ്ട്. പറയും അത്. പിന്നെ നമുക്ക് അത് മനസ്സിലാക്കി അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ആ പ്രോസസ്സ് സിനിമ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തുടങ്ങണം. അപ്പോൾ ആ പ്രോസസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ല സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാവും. കേപ്പബിൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ആ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നത്. പിന്നെ അതവർ നറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറേയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാം, അങ്ങനെ അത് ആഡ് ഓൺ ചെയ്ത് അതിനെ ഒരു ടീമാക്കി get the best out of them എന്നുള്ളതാണ്. ഒരു 3-4 days ഷൂട്ട് I filter and അതുകൊണ്ടാണ് ഞാൻ 16 ന്യൂ കമ്മർ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളത്തിലെ ടോപ്പ് യങ്സ്റ്റർ ഡയറക്ടേഴ്സിൽ അതിൽ 5-6 പേരുണ്ട്. മിഥുൻ മാനുവൽ തോമസ്, റോജൻ തോമസ്, വിപിൻ ദാസ്, അഹമ്മദ് കബീർ. കുറെ പേര് ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്, ബിക്കോസ് ഐ ഡോണ്ട് ഗിവ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ന്യൂ കമേഴ്സ്, ബിക്കോസ് ആ ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ അവരുടെ സാറിന് മനസ്സിലാവുന്ന റിസ്ക് എങ്ങനെയാണ്? ഹൗ യു ടേക്ക് ദാറ്റ്? റിസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞാൽ എനിക്കത് റിസ്ക് ആയിട്ട്, ബിക്കോസ് എനിക്കറിയാവുന്ന ജോലിയാണ്. നമുക്ക് ആ പ്രോസസ് 4 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ആ പ്രോസസ്സിൽ നമ്മളവിടെ ഉണ്ട്. എനിക്കതൊരു റിസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ഏറ്റവും വലിയ ഹിറ്റുകളെല്ലാം തന്നിരിക്കുന്ന ന്യൂ കമേഴ്സ് തന്നെയാണ്. ഞാൻ മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ റോജൻ തോമസിന് 21 വയസ്സേ ഉള്ളൂ. എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. But that was a super hit film because I knew that he had പണി അറിയാം എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം ബിപിൻ മുദ്ദുഗവ് ചെയ്യുമ്പോഴും, മിഥുൻ മാനുവൽ തോമസ് ആട് ചെയ്യുമ്പോഴും, അഹമ്മദ് ജൂൺ ചെയ്യുമ്പോഴും ഒക്കെ അവരെല്ലാം 26, 25, 26 വയസ്സ്, 27 വയസ്സ്, അതിൽ കൊള്ളൊന്നും ആർക്കും ഇല്ല. That means you have contributed a lot of talents in I mean and actors. I mean അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിൽ 110-120 പേരാണ് ഉള്ളത്. ഇപ്പം വാഴ, അപ്പം അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ. അത് കൊമേഴ്ഷ്യൽ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവർ ചിലർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് കൊമേഴ്ഷ്യലി വിൽക്കാൻ പറ്റത്തില്ല, ബിസിനസ് ആവത്തില്ല, if you take a newcomer. അപ്പൊ അതൊരു റിസ്ക് അല്ലേ? അങ്ങനെ ഞാൻ എടുക്കാൻ തയ്യാറായിരിക്കില്ല. അത് എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് കണ്ടന്റ് ഫിലിംസ് ആണ് കൂടുതൽ ചെയ്തോണ്ടിരുന്നത്. നമ്മൾ ആദ്യം അങ്ങനെ റിസ്ക് എടുത്തു, അത് വർക്കായി, ചാനലിലും വർക്കായി, രണ്ടാമത് ചെയ്തു, വർക്കായി, ചാനലിന് വർക്കായി. അപ്പം നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വലിയ ആന ബഡ്ജറ്റുള്ള സിനിമകളുമായിട്ടോ അല്ല പോകുന്നത്. അപ്പം നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ അപ്പം മങ്കിപ്പൻ തന്നു, അടികപ്പേരെ കുട്ടുമണി കൊടുക്കുന്നു, അത് കഴിയുമ്പോൾ ആട് ചാനലിൽ വർക്കാവുന്നു. അങ്ങനെ വരുമ്പോൾ they will trust us. They trust our judgment, they will trust the content and കുറച്ച് ബാക്കിംഗ് നമുക്ക് കിട്ടും. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ആ ഗിവ് ആൻഡ് ടേക്കില് നമുക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ അങ്ങനെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്.